നീന്തൽ എങ്ങനെയാന്ന് ഒരാൾ എഴുതി കൊടുത്തത് കാണാതെ പഠിക്കണം. അങ്ങനെ അങ്ങനെ പറഞ്ഞു നീണ്ട കാലങ്ങളായി എന്ന് പറഞ്ഞു. ഒരു ദിവസം ഒരുത്തം പിടിച്ച് തള്ളിയിട്ട് പറഞ്ഞു. തള്ളിയും ഇട്ടിയിൽ കൈയും കാലം കണ്ട് അടിച്ച് കുറേ വെള്ളമൊക്കെ കുടിച്ച്. 2 കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ഓരോ തൈകൾ വീതം കൊടുത്തു. സാധാരണ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് തൈ കൊടുക്കുക, എന്നിട്ടത് നടാൻ വേണ്ടി പറയാം എന്നുള്ളതൊക്കെ ഉണ്ടാവലുണ്ടല്ലോ. അതെ. അപ്പോൾ ഈ കുട്ടികൾക്ക് 2 കുട്ടികൾക്ക് തൈ കൊടുത്തു. ഒരു കുട്ടി അത് വേഗം പോയിട്ട് നട്ടു. മറ്റേ അയൽവാസിയായ മറ്റേ കുട്ടി അത് പിന്നെ അങ്ങനെ ആലോചിച്ചു, ഇത് നടണമെങ്കിൽ നല്ലൊരു കുഴി എടുക്കണം. അപ്പോൾ ഏതായാലും ഒരു കൈക്കോട്ടിഞ്ഞ് അയൽവക്കത്തുനിന്ന് വാങ്ങിയിട്ട് നാളെ അത് നടാം എന്ന് വിചാരിച്ചു. പിന്നെയാണ് അവന് ഈ നടുന്നതിനെ കുറിച്ച് കുറേ ആലോചിച്ചത്. അപ്പോൾ നട്ട് കഴിഞ്ഞാൽ അത് വളരണം എന്നുണ്ടെങ്കിൽ നല്ല വളമിടണം, അതിന് മണ്ണ് വളവുമായി കൂട്ടിക്കുഴക്കണം, എന്നിട്ട് അടിയിൽ കുറച്ച് മണൽ വിതറണം, എന്നിട്ട് അതിൽ കൊണ്ടുപോയി നടണം, അപ്പോഴാണ് ഇത് ശരിക്കും നല്ലോണം വളരുക എന്നാലോചിച്ചു. അപ്പോൾ അവന് വളം കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഉപ്പാനോട് പറഞ്ഞ് ഉമ്മാനോട് പറഞ്ഞ് സാധനം കൊണ്ടുവരണമല്ലോ. അങ്ങനെ 2 ദിവസം അങ്ങനെയും അത് വൈകിപ്പോയി. അങ്ങനെ ഓരോ ദിവസവും അവൻ ആലോചിക്കുമ്പോൾ അവന് ഓരോ കാരണങ്ങളുണ്ട്, ഇത് നടാതിരിക്കാനുള്ള ഓരോ കാരണങ്ങളുണ്ട്. പിന്നെ അത് കുറേ ഇവന് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ ഇത് കൊണ്ടുപോയിട്ട് ആ കവറിൽ കൊണ്ടുപോയിട്ട് വെള്ളം ഉറ്റിച്ചു കൊടുക്കും, അത് വാടാതെ ശ്രദ്ധിക്കും. പിന്നെ അതിങ്ങനെ ഓരോ ചിന്തകൾ കാരണത്താൽ അവസാനം അവൻ്റെ ചെടി ഉണങ്ങിപ്പോയി എന്നാണ് കഥ. വർഷങ്ങൾ കഴിഞ്ഞു. മറ്റേ അപ്പുറത്തെ അവൻ്റെ ചെടിയിൽ കായുണ്ടായി, ഫലമുണ്ടായി. അത് ഇവന് കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് ഇവൻ ആലോചിക്കുന്നത്, എനിക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നല്ലോ എന്ന്. ഇവന് നന്നായി വളരുന്ന, നല്ല കായ്ഫലങ്ങൾ കിട്ടുന്ന, അത് പിന്നീട് ബെഡ് ചെയ്ത് വീണ്ടും അതിൻ്റെ കായ്ഫലങ്ങൾ കൂടണ, അങ്ങനത്തെ കുറേ സ്വപ്നങ്ങളൊക്കെ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റേത് അത് ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് തന്നെ അവൻ്റെ ചെടി വാടിപ്പോകുക എന്നുള്ളതിനപ്പുറത്ത് വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. ഓക്കെ. അപ്പോൾ ഈ കഥയ്ക്ക് ഒരു കഥാപാഠമുണ്ട്. ആ കഥാപാഠം എന്താണെന്നുള്ളത് ശ്രോതാക്കളോടും പറയട്ടെ. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കഥാപാഠം ഞാൻ പറയാം. അതായത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഇവിടെ, നമ്മളെ ഈ പീസ് റേഡിയോ ടീമിലൊക്കെ ഉള്ള ഒരാളാണ്. മൂപ്പർക്ക് സ്റ്റുഡിയോയിൽ കയറുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു. സ്റ്റുഡിയോയിൽ കയറുക, ക്ലാസ് എടുക്കുക, റെക്കോർഡ് ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് അതിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയാക്കണം, പിന്നെ അതിൻ്റെ പോയിൻറ്റ്സ് റെഡിയാക്കണം, മറ്റേ പറഞ്ഞ മാതിരി ബഡ് ചെയ്യണം, മറ്റേ മണലാദ്യം വിരിക്കണം, വളാദ്യം ഇടണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതേപോലെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് നടക്കുകയായിരുന്നു. മൂപ്പര് ബാക്കി കുത്തുബക്ക് പോവും, പ്രസംഗത്തിന് പോവും, ഒക്കെ പോവും, നാട്ടിൽ നടന്ന് പ്രസംഗിക്കും. മൂപ്പരെന്നല്ല, വീട്ടിൽ വാപ്പ മുതൽ ബ്രദേഴ്സ് വരെ ഒക്കെ, അമ്മ വരെ പ്രസംഗവും ക്ലാസ്സൊക്കെ ഉള്ള ഒരു സുഹൃത്താണ്. പക്ഷെ ഇയാൾ സ്റ്റുഡിയോയിൽ വന്ന് മാത്രം എന്ത് ചെയ്യൂല, സംസാരിക്കൂല. അങ്ങനെ നീണ്ട വർഷങ്ങൾ കടന്നുപോയി. ഒരുപാട് രാവും പകലുമൊക്കെ, ഒരുപാട് കാറ്റും മഴയൊക്കെ കഴിഞ്ഞു പോയി. ചാലിയാർ പുഴയിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം ഉണ്ടായി. അയാൾക്കാളും ജൂനിയറായിട്ടുള്ള അയാളുടെ അതേ നാടൊന്നും ഞാൻ പറയണില്ല, അവിടെ ഒരു കോളേജുണ്ട്. ആ കോളേജിൽ പഠിക്കണേ അൽഫഹദ് പൂന്തറാറിന് ചെറിയൊരു പയ്യുണ്ട് കേട്ടോ. അവനടക്കം ഇവിടെ വന്ന്, വളരെ ചെറിയ കുട്ടിയാണ്, മീശ മുളക്കാത്ത ചെറിയ പയ്യനാണ്. അവനടക്കം വന്ന് ഇവിടെ ക്ലാസ്സും പ്രസംഗവും ഒക്കെ ആയിട്ട് പോലെ തുടങ്ങി. ഈ പറഞ്ഞ ആൾ മാത്രം മറ്റേ ഈ ചെടിൻ്റെ ആളമാതിരി അയാളെ സ്ക്രിപ്റ്റ് റെഡിയാക്കണം, ഇതാക്കണം, അങ്ങനെ നടന്നു, കുറേ കാലം നടന്നു. അവസാനം ആരോ അയാളെ പിടിച്ചിട്ട് കത്തിയൊക്കെ കാട്ടി ബേജാറാക്കിയിട്ട് കയറ്റിയിരുത്തി. ഇപ്പോൾ ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത്, അയാളൊരു കുന്തോ നോക്കി വരില്ല. അയാള് സ്പോട്ടിൽ ഉണ്ടാക്കലാണൊക്കെ, കഥയും കാര്യങ്ങളൊക്കെ. അപ്പം ശരിക്ക് ആ പ്രതി ഉണ്ടാക്കിയൊരു കഥയാണെന്ന് ഇപ്പം നമ്മൾ കേട്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മർമ്മം നോക്കിയെന്ന് എന്ത് ചെയ്യൂല, നടക്കൂല. ഒരാൾ നീന്തലിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ പഠിച്ചു പറഞ്ഞ്, വലത്തെ കൈ മുന്നോട്ട് വെക്കുക, ഇടത്തെ കൈ ബാക്കോട്ട് വെക്കുക, വെള്ളത്തിൽ ആക്കുക, അങ്ങനെ ആക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ എന്നും കുളക്കരയിൽ പോയിട്ട് ഇതിങ്ങനെ പറയുന്നു പറഞ്ഞു. കണ്ണൊക്കെ ചിമ്പിയിട്ട് ഇതിൻ്റെ തിയറി കാണാൻ പഠിക്കുകയാണ്. നീന്തൽ എങ്ങനെയാണെന്ന് ഒരാൾ എഴുതി കൊടുത്തത് കാണാതെ പഠിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു നീണ്ട കാലങ്ങളായി എന്ന് പറഞ്ഞു. ഒരു ദിവസം ഒരുത്തം പിടിച്ച് തള്ളിയിട്ട് പറഞ്ഞു. തള്ളിയും ഇട്ടിയിൽ കൈയും കാലം കണ്ട് അടിച്ച് കുറേ വെള്ളമൊക്കെ കുടിച്ച്, പിന്നെ കണ്ണൊക്കെ ചുമന്ന്. അപ്പം നമ്മൾ ഏത് കാര്യത്തിലേക്കും ഇറങ്ങുമ്പോൾ അത്രേ ഉള്ളൂ. പരീക്ഷകളുടെ ഒക്കെ അപേക്ഷ കൊടുക്കാനും അതുപോലെ ജോലിയുടെ അപേക്ഷ കൊടുക്കാൻ, അങ്ങനത്തെ ചില കാര്യങ്ങളിൽ ആ സാധനം ചെയ്യാൻ അത് വേണ്ടിരും ഇത് വേണ്ടിരും എന്നൊക്കെ ആലോചിച്ചിട്ട് അതിങ്ങനെ വൈകി പോകുന്ന ഒരു സ്വഭാവം, തസ്വീഫ്, സൗഫ ഇനി പിന്നീടാകാം എന്ന് പറഞ്ഞൊരു സ്വഭാവമുണ്ട്. അത് ശരിക്ക് പിന്നെ
നമ്മൾ ഉപേക്ഷിച്ചാൽ അതുകൊണ്ട് കുറേ ഗുണം ഉണ്ടാവും അവസാനത്തിൽ. പിന്നെ അല്ല കാര്യങ്ങൾ പറയട്ടെ. പിന്നെ അപ്പോൾ ഇത് ഉപേക്ഷിക്കേണ്ട ഒരു സ്വഭാവമാണ് ഈ നേരത്തെ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു അധ്യാപകനുണ്ട്, അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട് 11th അവറിൽ അല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയും. അപ്പോൾ ഏറ്റവും അവസാനം അത് നീട്ടി വെച്ച് ഇങ്ങനെ അവസാനത്തേക്ക് നീട്ടി വെക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ അതുകൊണ്ട് ഉണ്ടാവും. കൂടുതൽ സമയം ഇപ്പോൾ യാത്ര എന്നുള്ളത് നമ്മൾ വൈകിപ്പിച്ചാൽ, ഇറക്കം വൈകിയാൽ ചിലപ്പോൾ നമ്മൾ കൂടുതൽ വേഗത്തിൽ പോകേണ്ടി വരും. ആശ്വാസത്തിൽ പോയി എവിടെയെങ്കിലും ഇരുന്നൊരു ചായ കുടിച്ച് റെസ്റ്റ് എടുത്ത് പോകണ ആ റെസ്റ്റ് അവസാനിക്കും. സ്പീഡിൽ പോകണതിൻ്റെതായ ചില ശാരീരിക പ്രശ്നങ്ങൾ കൂടുതലുള്ള ആളുകൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാൻ പറ്റിയാൽ, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളിൽ നമ്മൾ വൈകിപ്പിക്കുക എന്നുള്ള സ്വഭാവം, പിന്നെയാകാം എന്നൊരു സ്വഭാവം നമ്മൾ ഒഴിവാക്കിയാൽ അത് ഗുണമുണ്ടാകും എന്ന കാര്യം നമ്മളൊന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സുഹൃത്തിന് ഓർമ്മ വരികയാണ്. അയാൾ കേട്ടറ്റിന് അയാളൊരു സുഹൃത്ത് അപേക്ഷ കൊടുത്തു. അയാൾ അപേക്ഷ കൊടുത്തില്ല, സുഹൃത്താണ് അപേക്ഷ കൊടുത്തത്. അങ്ങനെ അതിൻ്റെ ഹാൾ ടിക്കറ്റൊക്കെ കിട്ടി. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്താണ് നമ്മൾ ഇപ്പോൾ നിങ്ങൾ പരീക്ഷ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, അതായത് പ്ലാൻ ചെയ്ത് ചെയ്യുക എന്നതിന് നമ്മൾ എതിരല്ല. ഈ കഥ ഒരിക്കലും അതിനെതിരല്ല. പ്ലാൻ ചെയ്ത് ചെയ്യാതിരിക്കുക എന്നുള്ളതിനാണ് എതിര്. അപ്പോൾ ഈ സുഹൃത്ത മറ്റേ ഹാൾ ടിക്കറ്റ് അടക്കം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടില്ല. അങ്ങനെ പോണ വഴിക്കൊരു പിന്നെ ഫോട്ടോ സ്റ്റാറ്റ് കടയിൽ കയറി അവിടുന്ന് സാധനം പ്രിൻ്റ് ഔട്ട് എടുത്തു, നേരെ പോയി അവിടെ ഗേൾസ് ഹൈസ്കൂളും ബോയ്സ് ഹൈസ്കൂളും ഉണ്ട്. ഇയാൾക്ക് പോകേണ്ടത് ബോയ്സ് ഹൈസ്കൂൾക്കാണ്. ഇയാൾ പോയത് നേരെ ഗേൾസ് ഹൈസ്കൂൾക്കാണ്. അവിടെ ചെന്നപ്പോൾ ഇത് ഗേൾസ് ഹൈസ്കൂളാണെന്ന് മനസ്സിലാക്കി അയാൾ ആരും കാണാതെ അവിടെ നിന്ന് ഇറങ്ങണ ഇറക്കത്തിൽ അയാൾ കൂടെ നീണ്ട കാലം വർക്ക് ചെയ്ത ഒരു ടീച്ചറുണ്ട്. അപ്പോൾ ആ ടീച്ചർ മൂപ്പരോട് ചോദിച്ചാലോ, പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്, പൊതുവെ നിങ്ങൾ പഠിക്കൂല, പക്ഷേ നിങ്ങൾ ഹാൾ ടിക്കറ്റ് അടക്കം വായിച്ചു നോക്കിയിട്ടില്ലല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരിയും കാര്യങ്ങളുണ്ടെന്നറിയാം.